മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബദറിൽ അണി നിർത്തുകയാണ് തന്റെ അനുയായികളെ. മറുഭാഗത്ത് വലിയൊരു സേന വന്ന് തമ്പടിച്ച് മുഖാമുഖം നിൽക്കുന്നുണ്ട്. മുത്തുനബി ആ രാത്രിയിൽ യുദ്ധത്തിന്റെ തലേന്നാൾ മഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, കാനൻ നബിയു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുരീനാ മസാരിഅ അഹ്ലി ബദർ. ബദറിൽ കൊല്ലപ്പെടാൻ പോകുന്ന ശത്രു സൈന്യത്തിന്റെ തലവന്മാർ വീണ് കിടക്കുന്ന സ്ഥലം എവിടെയായിരിക്കുമെന്ന് ബദർ യുദ്ധത്തിന്റെ തലേന്ന് രാത്രി അല്ലാഹുവിന്റെ റസൂൽ ഞങ്ങൾക്ക് അടയാളപ്പെടുത്തി തന്നു. ഹാദാ മസ്റഉ ഫുലാൻ. നബി തങ്ങൾ വന്നു പറയുകയാണ്, ഇവിടെയായിരിക്കും അബൂജഹിൽ മരിച്ചു വീഴുക. ആദാ മസ്റഉ ഫുലാൻ. ഇവിടെ ശൈബ ഉണ്ടാകും, ഇവിടെ ഉത്ബയുണ്ടാകും, അവിടെ വലീദ് ഉണ്ടാകും. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഞങ്ങൾ ആ സ്ഥലം അടയാളപ്പെടുത്തി. മുത്തുനബി പറയുകയാണല്ലോ, ഞങ്ങൾക്ക് സന്തോഷമായി. ഇത് ഞങ്ങൾക്ക് നൽകിയ ആത്മധൈര്യം ചെറുതല്ല. കാരണം മുസ്ലിം സേനയുടെ അന്നത്തെ അവസ്ഥ എന്താ? സൈന്യം എന്ന് പറഞ്ഞുകൂടാ. സൈന്യം എന്ന് പറയണമെങ്കിൽ അതിന് ചില സ്വഭാവം ഗുണമൊക്കെ വേണ്ടേ. ഇത് കാലുമേൽ ചെരുപ്പില്ല, ധരിക്കാൻ വസ്ത്രമില്ല, ഒരൊറ്റൊന്നിനും പടയങ്കിയില്ല, ആരെ കയ്യിലോ ആയുധമില്ല. 313 ആളുണ്ടെങ്കിലും ആകെ 7 വാളുള്ളത്. ഇതുമായിട്ട് പോയവര് യുദ്ധത്തിന് പോയതല്ലല്ലോ, യാദൃശികമായ യുദ്ധത്തിലേക്ക് വലിച്ചേക്കപ്പെട്ടതല്ലേ. ഭക്ഷണമല്ല, ഒന്നുമില്ല. അങ്ങനത്തെ പട്ടിണി കോലങ്ങളോട് മുത്തുനബി പറയാ, എന്നാൽ ശത്രുപക്ഷത്തിന്റെ ഏതെങ്കിലും പാവപ്പെട്ട ആൾക്കാരല്ല, ദുർബലരല്ല, അവരെ ഏറ്റവും വലിയ തലതൊട്ടപ്പന്മാര് അവിടെ എങ്ങനെ ആയിരിക്കും നാളുണ്ടാകുക അത് പറയാണ്. എന്നാ ശത്രു സൈന്യത്തിന്റെ അവസ്ഥ എന്താ? എല്ലാരും പടയങ്കി ധരിച്ചിട്ടുണ്ട്, വെട്ടിയാ കൊള്ളൂല. 100 ആൾക്കാര് കുതിരപ്പടയാളികളാ. ഓലൊന്നേട് ഓടിയാ മതി ഈ മുസ്ലിം സേനയെ കൂടെ ഒന്നായിട്ട് തവിട് പൊടിയാ. 700 ഒട്ടകങ്ങളുണ്ട്, എല്ലാരെ കയ്യിലും വാളും കുന്തും അമ്പും വില്ലും ഉണ്ട്. സർവസജ്ജരായി നിൽക്കുന്ന ഒരു സൈന്യത്തെ മുന്നിൽ നിർത്തി ഈ ഉടുതുണി പോലും ഇല്ലാത്തവരെ നോക്കി ഒരു നേതാവ് പറയാ, നാളെ ഇവിടെ പോലെ നേതാക്കന്മാരുണ്ടാവും. സുബ്ഹാനല്ലാഹ്. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നു, യുദ്ധം കഴിഞ്ഞു, ഞങ്ങൾ ചെന്നു നോക്കുമ്പോഴതാ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അടയാളപ്പെടുത്തിയടത്ത് നിന്ന് 1 ഇഞ്ച് പോലും അവരാരും തെന്നി മാറിയിട്ടില്ല. അവിടുന്ന് ഉറക്കെ പറയുന്നു, സ്വദഖത യാ റസൂലല്ലാഹി സ്വദഖത. പ്രിയപ്പെട്ട നബിയെ, അവിടുന്ന് പറഞ്ഞതിതാ പുലർന്നിരിക്കുന്നു, അത് വാസ്തവമായിരിക്കുന്നു. ഈ സ്വഹാബത്തിന്റെ ഈമാൻ എങ്ങനെ വർദ്ധിക്കാതിരിക്കാതിരിക്കാതിരിക്കാതിരിക്കും? നബിതങ്ങൾ ഒരു കാര്യം പറഞ്ഞാൽ അത് അങ്ങ് അംഗീകരിക്കാൻ അവർക്ക് ഒരു പ്രയാസമില്ലാതായതെന്തുകൊണ്ടാ? അതാ റസൂലാന്ന് ഇങ്ങനെ ബോധ്യം വന്നതാ. നബിതങ്ങൾ ഒരു കാര്യം പറഞ്ഞാൽ അതുപോലെ നടക്കുക. ബദർ യുദ്ധം കഴിഞ്ഞു, 70 പേര് പിടിക്കപ്പെട്ടു. ആ കൂട്ടത്തിൽ ഒരാള് മുത്തുനബിയുടെ എളാപ്പയായ അബ്ബാസ് എന്നവരാണ്. അബ്ബാസ് റളിയല്ലാഹു അൻഹു അന്ന് ശത്രുപക്ഷത്ത് മക്കയിൽ നിന്ന് സൈന്യത്തോടൊപ്പം ബദറിലേക്ക് പോന്നതാണ്. പക്ഷേ മഹാനവറുകൾ നേരത്തെ മുസ്ലിം ആയിരുന്നു. എന്നാലും അത് പരസ്യപ്പെടുത്താനോ മദീനയിലേക്ക് ഹിജറ പോരാനോ കൂട്ടാക്കിയില്ല. മുസ്ലിമാണെന്ന വിവരം അബൂജഹൽ അറിയില്ല. അയാൾ നിർബന്ധിച്ചു കൊണ്ടുവന്നതാണ്. അത് നബിതങ്ങൾക്ക് അറിയാവുന്നത് കൊണ്ട് തന്നെ അവിടുന്ന് യോദ്ധാക്കളോട് പറഞ്ഞിരുന്നു, അബ്ബാസിനെ കണ്ടാൽ ആരും കൊല്ലരുതേ, പിടിച്ചാൽ മതി. അങ്ങനെയാണ് യുദ്ധത്തടവുകാര കൂട്ടത്തിൽ അബ്ബാസ് തങ്ങൾ പെടുന്നത്. നബിതങ്ങള് യുദ്ധത്തടവുകാരെ വിട്ടയക്കാൻ എത്ര മാന്യമായ രീതിയാ സ്വീകരിച്ചത്. ഇന്നത്തൊക്കെ യുദ്ധവും ലോകത്ത് നടക്കുന്ന മനുഷ്യാവകാശ ലംഘനങ്ങളും ഫലസ്തീനിൽ നടക്കുന്ന നരനായാട്ടമൊക്കെ നടത്തുന്ന ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പഠിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ യുദ്ധത്തടവുകാരെ വിട്ടയക്കാൻ ഒന്നാമതായി മുന്നോട്ട് വെച്ചത് അവരെ കൂട്ടുന്ന സാമ്പത്തിക ശേഷിയുള്ള ആളുകൾക്ക് അവരെ ശേഷി അനുസരിച്ച് ഒരു സംഖ്യ നിശ്ചയിച്ചു കൊടുത്തു എന്നതാണ്. എളാപ്പയാണ് എന്നതുകൊണ്ട് അബ്ബാസ് തങ്ങൾക്ക് ഒരളവും നബിതങ്ങൾ കൊടുത്തില്ല. നബിതങ്ങളെ നീതി അത്, അയാൾ ശത്രു സൈന്യത്തിന്റെ കൂടെ വന്ന ആളല്ലേ.
എന്നാല് ഒരു കാര്യം കൂടെ നബി തങ്ങൾ ചെയ്തു. അബ്ബാസ് തങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങളെ കാശ് നിങ്ങൾ അടക്കണം, നിങ്ങളെ സഹോദര പുത്രന്മാര് രണ്ടാള് യുദ്ധത്തിന് വന്നോല് പിടിക്കപ്പെട്ടിട്ടുണ്ട്, ഓല കാശും നിങ്ങൾ അടക്കണം, നിങ്ങളെ കുടുംബ സഖ്യത്തിൽപ്പെട്ട ഒരു കക്ഷിയുണ്ട്, അയാളുടേതുൾപ്പെടെ 4 ആളെ പൈസ നിങ്ങളാണ് അടക്കേണ്ടത്. അപ്പൊ അബ്ബാസ് നിങ്ങൾ ഇങ്ങനെ തലേ ചോറിഞ്ഞുകൊണ്ട് പറഞ്ഞു, നബിയെ ഞാൻ നേരത്തെ മുസ്ലിമാണ്, ഞാനത് പരസ്യമാക്കാതെ നിന്നാന്നൊക്കെ പറഞ്ഞു. അപ്പൊ നബി തങ്ങൾ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ അതിന്റെ കൂലി നിങ്ങൾക്ക് കിട്ടും, നിങ്ങൾ മുസ്ലിമൈനെങ്കിൽ. പക്ഷെ ഇപ്പൊ നിങ്ങള് ശത്രു സൈന്യത്തിന്റെ കൂടെ വന്ന സൈനികനാ, അതുകൊണ്ട് ആ വിധി നിങ്ങൾക്കും ബാധകമാണ്. അപ്പൊ മൂപ്പര് പറഞ്ഞു, എന്നാൽ ഇതൊന്ന് കുറക്കണം, ഇത്രങ്ങാനും പൈസ തരാനൊന്നും എന്റെ അടുത്ത് കാശില്ല എന്ന് പറഞ്ഞു. അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ തന്നെ നുബുവത്ത് വെളിവാക്കുന്നു. ഒരൊറ്റ ചോദ്യമാണ്, ഫൈനൽ മാലുല്ലദീ ദഫൻത അൻത വ ഉമ്മുൽ ഫളിലി. ഓ അബ്ബാസ് എന്നവരെ, നിങ്ങൾ ബദർ യുദ്ധത്തിന് വേണ്ടി പുറപ്പെടുന്നതിന്റെ തലേനാൾ മക്കയിലെ നിങ്ങളെ വീട്ടിൽ വെച്ച് ഭാര്യ ഉമ്മുൽ ഫളിലിനെയും കൂട്ടി നിങ്ങളെ കൈവശമുള്ള ആയിരക്കണക്കായ സ്വർണ്ണ നാണയങ്ങളെ ഒരു കീയിൽ കെട്ടി ഒരു കുഴി കുത്തിയിട്ട് അതിലിട്ട് മൂടിയിട്ടില്ലേ? പോരുമ്പോ നിങ്ങൾ പറഞ്ഞതെന്താ? ഈ യുദ്ധത്തിൽ എനിക്ക് വല്ലതും സംഭവിച്ചു പോയാൽ ഈ സ്വർണ്ണ നാണയങ്ങളത്രയും എന്റെ ആൺമക്കൾക്കിടയിൽ വീതം വെച്ചു കൊടുക്കണേ എന്ന് നിങ്ങൾ ഭാര്യയോട് വസിയത്ത് ചെയ്തിട്ടില്ലേ? സുബ്ഹാനല്ലാഹ്, അബ്ബാസ് തങ്ങൾ ഞെട്ടിപ്പോകാൻ. ഈ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഉള്ളത് 500 കിലോമീറ്റർ അപ്പുറം മദീനയിൽ. സംഭവം നടക്കുന്നത് രഹസ്യമായി. വാട്സപ്പിൽ പിടിച്ചിട്ട് കൊടുക്കാനൊന്നും ആരുമില്ലല്ലോ. ഇത് നബി തങ്ങൾ അങ്ങോട്ട് പറഞ്ഞ് മറിഞ്ഞ രഹസ്യം പറഞ്ഞപ്പോ അബ്ബാസ് തങ്ങൾ ഉറക്കെ പറഞ്ഞുപോയി, ഇന്നീ അഅലമു അന്നക റസൂലുള്ളാഹ്. ഓ പ്രിയപ്പെട്ട നബിയേ, അവിടെ അല്ലാഹുവിന്റെ റസൂലാണെന്ന് എനിക്കിതാ കാര്യകാരണ സഹിതം ബോധ്യപ്പെട്ടിരിക്കുകയാണ്. കാരണം ഫഇന്നഹു അംറുൻ, ഈ സംഗതി ഇതൊരു വിഷയമാണ്. ലം യഹ്ളുറുഹു ഇല്ലാ അന വ ഉമ്മുൽ ഫളിലി. ഇതിന് ഞാനും എന്റെ ഭാര്യ ഉമ്മുൽ ഫളിലുമല്ലാത്ത മൂന്നാമതൊരു ഈച്ച പോലും ഈ വിഷയം അറിയൂല നബിയെ. അത് അവിടത്തേക്ക് പറയാൻ സാധിച്ചെങ്കിൽ അത് അല്ലാഹു ആണ് അങ്ങയോട് പറഞ്ഞത്. അല്ല ഉണ്ട് എന്നുള്ളതിന് നമ്മളെ തെളിവാരാ? ഈ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അബ്ബാസ് തങ്ങളെ ഈമാൻ പിന്നെ ശക്തിപ്പെട്ടു. പിന്നെ എല്ലാം മാറ്റി സജീവമായി മുത്തുനബി തങ്ങളെ കൂടെ നിന്നു. അങ്ങനെ അബ്ബാസ് റളിയല്ലാഹു അൻഹു മക്കയിൽ തിരിച്ചു പോയെങ്കിലും അവിടെ പ്രബോധന പ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെട്ടു. ആ നിലക്ക് നമ്മളെ ഈമാൻ വർദ്ധിക്കുന്നത് നബി നബിയാണെന്ന് തിരിച്ചറിയുമ്പോഴാണ്. ബദർ യുദ്ധം വല്ലാത്ത ആഘാതമുണ്ടാക്കിയിട്ടുണ്ട് ശത്രുക്കൾ. അവര് ഉറക്കമില്ലാത്ത രാത്രികളാ പിന്നീട് ഉണ്ടായത്. പല നിലക്കും അവരാ സങ്കടം ഇങ്ങനെ പറയാറുണ്ട്. അങ്ങനെ നിൽക്കുമ്പോഴാണ് ഒരിക്കൽ മദീനയിൽ ഒരാൾ വന്നിറങ്ങുന്നു. അംർ ഇബ്നു വഹബ് എന്നാണ് അയാളുടെ പേര്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കഠിന വിരോധിയാണ്, ഇസ്ലാമിന്റെ ബദ്ധവൈരിയാണ്. അയാളെ നിയല് കണ്ടപ്പോഴേക്ക് മഹാനായ ഉമർ ഖത്താബ് തങ്ങൾ ചാടി എഴുന്നേറ്റിട്ട് പറഞ്ഞു, അതാ കരുതിക്കൊള്ളണം, ഇവൻ നല്ലതിന് വന്നതല്ല. ഉമർ ഖത്താബ് തങ്ങൾക്ക് അങ്ങനെ ഉണ്ട്, മുഖം നോക്കി ലക്ഷണം പറയുന്ന ഒരാളെ കണ്ടാൽ അറിയോൻ എന്തിനു വരിക, ഇവൻ നല്ലതിന് വന്നതല്ല. അങ്ങനെ സ്വഹാബത്തിനോട് ഇവനെ ശ്രദ്ധിക്കാൻ പറഞ്ഞു. അവർ വളഞ്ഞു. നബി തങ്ങളോട് വിവരം പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അവനങ്ങോട്ട് കടത്തി വിടുക. നബി തങ്ങളെ മുമ്പിൽ ഇയാൾ നിന്നു. നബി തങ്ങൾ ചോദിച്ചു, മാ ജാഅ ബിക യാ ഉമൈർ, ഉമൈറെ നീ മദീനയിലേക്ക് വരാൻ എന്താണ് കാരണം? അയാൾ പറഞ്ഞു, നബിയെ എന്റെ കുടുംബത്തിൽപ്പെട്ട അറസ്റ്റ് ചെയ്യപ്പെട്ട ആളുകൾ അങ്ങയുടെ കൂടെ ഉണ്ടല്ലോ, ബദറിൽ പിടിക്കപ്പെട്ടവര്, അവരെ കാര്യം സംസാരിക്കാൻ വേണ്ടി വന്നതാണ്. ഇയാൾ ഇങ്ങനെ പറഞ്ഞു. അപ്പൊ നബി തങ്ങൾ ചോദിച്ചു, ഫമാ ബാലു സൈഫി ഫി ഉനുഖിക, അങ്ങനെയാണെങ്കിൽ എന്തിനാ നിന്റെ പെരടിയിൽ ഒരു വാൾ ഒളിപ്പിച്ചു വെച്ചത്? ഇതാരും കണ്ടില്ല, സ്വഹാബത്തൊന്നും കണ്ടില്ല. പെരടിയിൽ ഒരു വടിവാൾ ഇങ്ങനെ കുപ്പായത്തിന്റെ ബാക്കിൽ ഇങ്ങനെ തിരികെ വെച്ചിട്ടാണ്. അതെന്തിനാന്ന് വെച്ചു. നബി തങ്ങൾ മുന്നിൽ നിന്നിട്ടാ സംസാരിക്കണം. ഇയാൾ ഒന്ന് പതറി. പക്ഷെ ആള് കുറച്ച് വളവനായതുകൊണ്ട് ആ ജാള്യതൊക്കെ മറച്ചു വെച്ചിട്ട് ഇയാൾ പറഞ്ഞേ, വാളുകൊണ്ട് എന്ത് കാര്യ? ബദറിൽ നിങ്ങൾക്ക് അനുഭവമല്ലേ, ഞങ്ങൾ എത്ര വാളുമായിട്ടാ വന്ന് വല്ല ഉപകാരം ഉണ്ടായോ? അതെടുത്തിട്ടല്ലേ നിങ്ങൾ കൈകാര്യം ചെയ്തത്, പിന്നെ നമ്മക്ക് ഈ കയ്യിൽ വാള് കയറിക്കൊണ്ടൊന്നും ഒരു കാര്യമില്ലല്ലോ എന്ന് പറഞ്ഞ അയാൾ തൽക്കാലം രക്ഷപ്പെട്ടു.
പക്ഷെ അള്ളാന്റെ റസൂല് വിട്ടില്ല. അവിടുന്ന് പറഞ്ഞു, അല്ല ഉമൈറേ, ബൽ ഖഅത അൻത വ ഉമയ്യ വ സഫ്വാൻ ഇബ്നു ഉമയ്യ, നീയും സഫ്വാൻ ഇബ്നു ഉമയ്യ എന്ന് പറയുന്ന ഇസ്ലാമിന്റെ ശത്രുണ്ട് മക്കയില്. നിങ്ങൾ രണ്ടുപേരും കാബയുടെ ഹിജ്ർ ഇസ്മായിലിന്റെ തിണ്ടിലിരുന്നു. ഹജ്ജിനും ഉംറക്കൊക്കെ പോയൽക്ക് കാണാം, കാബനോട് ചേർന്ന് ഒരു തണയുണ്ട്, അതിന്റെ മേലെ നിങ്ങൾ രണ്ടുപേരും സ്വകാര്യമായി ഇരുന്നു. അങ്ങനെ ബദറിൽ കൊല്ലപ്പെട്ടുപോയ നിങ്ങളെ നേതാക്കളെ കുറിച്ച് സ്മരിച്ചു. ആ സങ്കടം നിങ്ങൾ പരസ്പരം പങ്കുവച്ചു. ആ സമയത്ത് നീ പറഞ്ഞു, ലൗലാ അലയ്യ ദൈനുൻ വഗയാലുൻ ഇൻദി, എനിക്ക് ഭാരിച്ച കുറെ കടമുണ്ടായിപ്പോയി, അതുപോലെ എന്റെ മക്കളൊക്കെ ചെറിയ കുട്ടികളുമായിപ്പോയി, അല്ലെങ്കിൽ ഞാൻ മദീന വരെ പോയി മുഹമ്മദിന്റെ തല അറുത്തു പോരുമായിരുന്നു എന്ന് നീ സഫ്വാൻ ഇബ്നു ഉമയ്യയോട് പറഞ്ഞു. അപ്പൊ സഫ്വാൻ ഇബ്നു ഉമയ്യ എന്ത് പറഞ്ഞു? അത് രണ്ടും ഞാനേറ്റു, നിന്റെ മക്കളെ ഞാൻ നോക്കും, നിന്റെ കടം ഞാൻ വീട്ടും, നീ പോയി തലെടുത്തു വാ. അങ്ങനെ വാളും എടുത്തു പോന്നതല്ലേ ഉമൈറേ? അല്ലാഹുവിന്റെ റസൂലും മുഖത്ത് നോക്കി അങ്ങ് ചോദിച്ചപ്പോഴതാ വിറങ്ങലിച്ചുകൊണ്ട് ഉമൈർ പറയുന്നു, അതേ നബിയേ, ഇന്നി അഅലമു അന്നക റസൂലുള്ളാഹ്. അവിടുന്ന് ഒരു സാധാരണ മനുഷ്യനല്ല, അവിടുന്ന് അല്ലാഹുവിന്റെ ദൂതരാണെന്ന് ഞാനിതാ ബോധിച്ചിരിക്കുന്നു നബിയേ. കാരണം ഫഇന്നഹു അംറുൻ ലം യഹ്ളറുഹു ഇല്ലാ അന വ സഫ്വാൻ ഇബ്നു ഉമയ്യ. ഈ ഗൂഢാലോചന നടത്താൻ ഞാനും സഫ്വാനുമല്ലാത്ത മൂന്നാമത്തൊരു കക്ഷിയില്ല. അത് നടന്നത് രഹസ്യമായിട്ടാണ്. ഞങ്ങൾ അവസാനം എടുത്ത പ്രതിജ്ഞ സംഭവം നടന്നിട്ടല്ലാതെ മൂന്നാമത്തൊരു കക്ഷിയോട് ഈ ഗൂഢാലോചനയെ പറ്റി പറയില്ല എന്നുമാണ്. അത് ഈ മദീനയിൽ നിന്ന് അവിടത്തേക്ക് അറിയാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അവിടുന്ന് അല്ലാഹുവിന്റെ ദൂതര് തന്നെയാണ്. ഉമൈർ ഇബ്നു വഹബ് റളിയല്ലാഹു അൻഹു അവിടെ വെച്ച് ഇസ്ലാം സ്വീകരിച്ചു. അദ്ദേഹം മക്കയിൽ മടങ്ങിച്ചെന്ന് തന്റെ അനുഭവം പറഞ്ഞു. ഒരുപാട് ആളുകൾ ആ കാരണം കൊണ്ട് ഇസ്ലാമിലേക്ക് വന്നു. ഇതുകൊണ്ടാണ് അല്ലാഹു പറഞ്ഞത്, വമാ ഹുവ അലൽ ഗൈബി ബിളനീൻ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദൃശ്യം പറയുന്ന കാര്യത്തിൽ ഒട്ടും പിശുക്ക് കാണിക്കുന്ന ആളല്ല. ആവശ്യമുള്ളിടത്ത് യഥേഷ്ടം അവിടുന്ന് പറയും. അല്ലെങ്കിൽ വമാ ഹുവ അലൽ ഗൈബി ബിളനീൻ, അദൃശ്യം പറയുന്ന വിഷയത്തിൽ തെറ്റുദ്ധരിക്കപ്പെടുന്ന സംശയിക്കപ്പെടേണ്ട ആളല്ല മുഹമ്മദ് നബി. തങ്ങൾ ഒരു കാര്യം പറഞ്ഞാൽ അത് അതുപോലെ സംഭവിച്ചിരിക്കും. ആ നിലക്കുള്ള മുഅ്ജിസത്തുകൾ കണ്ടാണ് മഹാന്മാരായ സ്വഹാബത്ത് മുത്തുനബി എന്തു പറഞ്ഞാൽ നടന്നിരിക്കും. ഈ പറഞ്ഞതുപോലെ സംഭവിച്ചത് കണ്ടാ പിന്നെ ഖബറില് അങ്ങനുണ്ട്, അദാബുണ്ട്, ചോദ്യമുണ്ട് ആ നബിതങ്ങൾ പറഞ്ഞാൽ അതെങ്ങനെ വിശ്വസിക്കാതെ? നാളെ ഒരു പുനർജന്മമുണ്ട് എന്ന് ഈ പറഞ്ഞതൊക്കെ പുലർന്ന നബിയാ പറയുന്നത്, അതെങ്ങനെ നമുക്ക് വിശ്വസിക്കാതിരിക്കാം? നാളെ മഹ്ശറയുണ്ട്, അവിടെ വിചാരണയുണ്ട്, സ്വർഗമുണ്ട്, നരകമുണ്ട് എന്നൊക്കെ പറയുന്നതാരാ? പറഞ്ഞത് അതുപോലെ സംഭവിക്കുന്ന നബിയാ. അതുകൊണ്ട് നബിതങ്ങളിലുള്ള വിശ്വാസമാണ് നമ്മളെ ഈമാനിന്റെ അടിത്തറ. അള്ളാഹുവിലൂടെ നമ്മൾ നബിതങ്ങളെ അറിഞ്ഞതല്ല, അള്ളാനെ നബിയിലൂടെ അറിഞ്ഞതാണ്. നമ്മൾ അള്ളാഹുമായി നേരിട്ടൊരു കണക്ഷനുമില്ല. നമുക്കൊരു കിതാബും അല്ല നമുക്ക് നേരിട്ട് ഇറക്കി തന്നിട്ടില്ല, ഒരു വഹിയും തന്നിട്ടില്ല. അള്ളാഹുവിന്റെ ഇടപാട് മുഴുവൻ അവന്റെ റസൂലുകൾ മുഖേനയാണ്. ആ റസൂല് മുഖേന അള്ളാഹനെ അറിയാം. അങ്ങനെ ഈമാനിന്റെ അടിത്തറ നമ്മൾ ഭദ്രമാക്കണം. ഈ പ്രപഞ്ചത്തിന്റെ ഉടമസ്ഥനായ അള്ളാഹുവിന് മാത്രം ആരാധനകൾ അർപ്പിച്ച് ആ അള്ളാഹു ആദരിച്ച് ബഹുമാനിച്ച് നമ്മളെ നേർമാർഗത്തിലേക്കാക്കാൻ നിയോഗിച്ച പ്രവാചകരെ വേണ്ട പോലെ ഉൾക്കൊണ്ട് ഒരു ഉറച്ച വിശ്വാസം, അവിടെ യുക്തിവാദം, മറ്റേ ചിന്ത, ഇതൊന്നും ഉണ്ടാവരുത്. ബിദ്അത്തുകാർ ഇവിടെ പ്രചരിപ്പിക്കുന്നത് യുക്തി ചിന്തകളാണ്.
അവര് പറയും നമ്മളിങ്ങനെ ആലോചിക്കണം, നബിതങ്ങൾ പറഞ്ഞാലും അങ്ങനെ സ്വീകരിക്കാൻ പറ്റൂല, നമ്മൾ ആലോചിക്കണം. അതിന് ഈമാൻ എന്നല്ല പറയാ. അത്തരക്കാർക്ക് നബിതങ്ങളോടുള്ള വിശ്വാസം ഏതുപോലെ ആയിരിക്കും? ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തോടുള്ള മതിപ്പ് പോലെ ഉണ്ടായി. ഇസ്ലാമിനോട് അവർക്കുള്ള താല്പര്യം ഇതുപോലെ തന്നെ ആയിരിക്കും, ഒരു രാഷ്ട്രീയത്തോടുള്ള താല്പര്യം പോലെ ആയിരിക്കും. വേണമെങ്കിൽ രാഷ്ട്രീയം മാറാം, നേതാവിന് ഒഴിവാക്കാം, അതേ രീതിയിൽ അത്തരക്കാർക്ക് ഉണ്ടാവും. അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്ത് അങ്ങനെയല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ ദൂതരാണ്. അതുകൊണ്ട് തന്നെ അവിടുന്ന് ഒരു കാര്യം പറഞ്ഞാൽ വമാ അതാകുമുർ റസൂലു ഫഖുദൂഹു വമാ നഹാകും അൻഹു ഫന്തഹു. മുത്തുനബി എന്തു കൊണ്ടുവന്നോ അത് മുറുകെ പിടിക്കണം. അവിടുന്ന് എന്തു വിരോധിച്ചോ അത് ഉപേക്ഷിക്കാൻ തയ്യാറാകണം. അങ്ങനെയുള്ള ഒരു ഉറച്ച വിശ്വാസം നമ്മൾ സ്വായത്തമാക്കുക. എന്നിട്ട് അല്ലാഹു പറഞ്ഞു വത്തഖൗ, പടച്ചവന്റെ വിധിവിലക്കുകൾ മാനിച്ച് ആ മഹല്ല് നിവാസികൾ ജീവിക്കാൻ സന്നദ്ധരാവുകയും ചെയ്താൽ. എന്താണ് പടച്ചവൻ നമ്മളോട് പറഞ്ഞത്? മദീനയിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്ന അന്ന് മദീനയിലെ ജൂത മതവിഭാഗത്തിന്റെ ഏറ്റവും സമുന്നത നേതാവായിരുന്നു അബ്ദുല്ലാഹി ഇബ്നു സലാം എന്ന് പറയുന്ന വലിയ പണ്ഡിതൻ. അദ്ദേഹം പറയുന്നുണ്ട്, കുറെ ദിവസമായി മുസ്ലിങ്ങള് ഞങ്ങളെ പ്രവാചകൻ വരുന്നുണ്ട് ഇങ്ങനെ പറയാൻ തുടങ്ങി. ഞങ്ങളൊക്കെ പ്രതീക്ഷിച്ചൊന്ന് കാണണം. അങ്ങനെ ഞാൻ എന്റെ ഈന്തപ്പനത്തോട്ടത്തില് പനന്റെ മേലെ തഅ്ബീർ നടത്തുകയാണ്. എന്ന് പറഞ്ഞാൽ പരാഗണ പ്രവർത്തനം, ആൺപൂവിലെ പൊടിയെടുത്ത് പെൺപൂവിൽ തട്ടിക്കൊടുക്കുന്ന പരിപാടി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ത്വാല അൽ ബദറു അലൈന എന്ന് പറയുന്ന ഈരടി കേൾക്കുന്നത് പനന്റെ മോളിൽ. ഞാൻ അവിടുന്ന് ഊർന്നിറങ്ങി, എന്റെ അമ്മായി താഴെ നിൽക്കുന്നുണ്ട്. അപ്പൊ എന്നോട് ചോദിച്ചു, എന്താണ് ഈ ഇറങ്ങണെന്ന് ചോദിച്ചു. അപ്പം പറഞ്ഞു, മുസ്ലിങ്ങളുടെ പ്രവാചകൻ വന്നിട്ടുണ്ട് എന്ന് കേട്ട്, അതുകൊണ്ടാണ്. അപ്പൊ അമ്മായി ചോദിച്ചു, അന്റെ പ്രവാചകൻ മൂസ വന്നിട്ടുണ്ട് പറഞ്ഞാൽ ഇത്ര സ്പീഡിൽ ഇറങ്ങുമെന്ന് ചോദിച്ചു. ആ സ്പീഡിൽ ഇറങ്ങിയിട്ട് ഓടിയില്ല ഹളറത്തിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് അതാ അബ്ദുല്ലാഹി ഇബ്നു സലാം എന്നവർ പറയുകയാണ്, ഫലമ്മാ, ഞാനതാ മുത്തുനബിയാന്ന് ഒന്ന് നന്നായി അങ്ങ് നോക്കിയപ്പോൾ അറഫ്തു അന്നഹു ലൈസ ബിവജ്ഹി കദ്ദാബ്. ആ മുഖം ഞാനൊന്ന് വിസ്തരിച്ചു നോക്കിയപ്പോ ഒരു കാര്യം എനിക്ക് ആ നോട്ടത്തിൽ തന്നെ മനസ്സിലായി, ഇത് കള്ളം പറയുന്ന ലക്ഷണമുള്ള ഒരാളുടെ മുഖമല്ല. മുത്തുനബിന്റെ മുഖം കണ്ടപ്പോ ഇത് നിഷ്കപടന, ഒരാളെ ഉള്ളു മുഖത്ത് കാണുന്ന. പിന്നെ മഹാൻ പറയാ, മുത്തുനബിയിൽ നിന്ന് ആദ്യമായി ഞാൻ കേട്ട സംഗതി എന്താ? അവിടുന്ന് പറഞ്ഞു, അഫ്ശുസ്സലാം വഅത്ഇമുത് ത്വആം വസിലുൽ അർഹാം വസല്ലു വന്നാസു നിയാം തദ്ഖുലുൽ ജന്നത ബിസലാം. ശരിക്ക് നോക്കുങ്ങൾ, അള്ളാഹിന്റെ റസൂലിന്റെ ആ വാക്കുകളുടെ ആഴവും അതിന്റെ അർത്ഥവും സംബോധന ചെയ്യുന്ന മനുഷ്യനെ മുന്നിൽ കണ്ടുകൊണ്ട് അദ്ദേഹത്തിന്റെ പേര് വരെ ചേർത്ത് വെച്ചിട്ടുള്ള നല്ല മുത്തുമണികളെ പോലുള്ള വാക്കുകളാ പറയുന്നത്. ഈ ജൂതപണ്ഡിതന്റെ പേരെന്താ? അബ്ദുല്ലാഹി ഇബ്നു സലാം. സലാം എന്ന് പറഞ്ഞ അയാളെ പേര് കൂട്ടത്തിലുണ്ട്. അപ്പന്റെ പേര് അബ്ദുല്ലാഹി ഇബ്നു സലാമ. അദ്ദേഹത്തോട് ആദ്യം തന്നെ പറയണം എന്താ? അഫ്ശുസ്സലാം. മൂപ്പരെ പേരുള്ള ഒരു സാധനം തന്നെ. ഇസ്ലാം വിഭാവനം ചെയ്യുന്നത് ഒരു മഹല്ലിൽ, ഒരു നാട്ടിൽ ഇസ്ലാം ലക്ഷ്യം വെക്കുന്ന ഒന്നാമത്തെ കാര്യം എന്താ? നിങ്ങൾ സമാധാനത്തിന്റെ സന്ദേശം വ്യാപകമാക്കുക. ഇതാണ് അഫ്ശുസ്സലാം. ഏതൊരു നാടും വികസിക്കണമെങ്കിൽ, പുരോഗതി കൈവരിക്കണമെങ്കിൽ അടിസ്ഥാനപരമായി ഉണ്ടാകേണ്ടത് എന്താ? സമാധാനം. ക്രമസമാധാനം താളം തെറ്റിയിടത്ത് വികസനം വരില്ല. അവിടെ വ്യവസായം തുടങ്ങൂല, അവിടെ കെട്ടിടങ്ങൾ ഉണ്ടാക്കൂല, ടൗൺഷിപ്പ് വരൂല, ഇടക്കിടക്ക് കലാപ കുഴപ്പ. ആരാ അവിടെ പോയിട്ട് ബിൽഡിംഗ് ഉണ്ടാക്കാൻ? ആരാ അവിടെ വികസനത്തെ കുറിച്ച് ആലോചിക്കാൻ? ഒന്നും വരൂല. അപ്പൊ നാട് നന്നാവണമെങ്കിൽ ആദ്യം ഉണ്ടാകേണ്ട എന്താ? സമാധാനമാണ്. ഈ സന്ദേശമാണ് അബ്ദുല്ലാഹി ഇബ്നു സലാം എന്ന ജൂത പുരോഹിതൻ കേൾക്കുന്നത്. രണ്ടാമത് മുത്തുനബി പറഞ്ഞു, നിങ്ങളെല്ലാ ആളുകൾക്കും ഭക്ഷണം ഭക്ഷിപ്പിക്കുക. ഇതൊരടിസ്ഥാന ആവശ്യം.
സമാധാനം ഏറ്റവും പ്രധാനം. അതുണ്ടായിക്കഴിഞ്ഞാൽ പട്ടിണി കിടക്കുന്ന ആളൊരു നാട്ടിലുണ്ടാകാൻ പാടില്ല. വിശന്നു പൊരിയുന്ന വയറുമായിട്ട് ഇങ്ങനെ നിൽക്കുന്ന ഒരാളോട് നാളെ സ്വർഗണ്ട് നരകണ്ട് എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ആത്മീയതൊക്കെ തലേ കയറണമെങ്കിൽ പൈപ്പ് മാറണം, വിശപ്പ് മാറണം. അതുകൊണ്ട് എല്ലാ മനുഷ്യർക്കും നിങ്ങൾ ആഹാരം കൊടുക്കണം. ഒരു മതത്തിന്റെ സൗന്ദര്യം ഇതിനേക്കാൾ അപ്പുറം ഇനി എന്താണ് നിങ്ങൾ ആലോചിച്ചു? പട്ടിണി എടുക്കുന്നവർ നിങ്ങളെ നാട്ടിലുണ്ടായിരുന്നത്. ഒരു നാട്ടിൽ വന്നിട്ട് ഒരു പ്രവാചകൻ ആദ്യം പറഞ്ഞ സംഗതി ഇതാ, ഇവിടെ സമാധാനം ഉണ്ടാവണം, ഇവിടെ പട്ടിണി ഉണ്ടാകരുത്. ഇതൊരു പ്രസ്താവനയിൽ ഒതുക്കി പോയതല്ല മുത്തുനബി. ഞാൻ വിശദീകരിക്കുന്നില്ല, സമയമില്ലാത്തതുകൊണ്ട് നിങ്ങൾക്കറിയാം. എല്ലാ മനുഷ്യർക്കും ആഹാരം കിട്ടുന്ന സംവിധാനം ഇസ്ലാം ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ നോക്കൂ, ഇസ്ലാമിന്റെ വിശ്വാസങ്ങളും ആചാരങ്ങളൊക്കെ പരിശോധിച്ചാൽ ഭക്ഷണം ലഭ്യമാക്കുക എന്നത് അതിലൊക്കെ ഉൾച്ചേർന്ന് നമുക്ക് കാണാൻ കഴിയും. നമ്മുടെ പ്രധാനപ്പെട്ട 2 ആഘോഷങ്ങളാണ്, ഔദ്യോഗിക ആഘോഷങ്ങളാണ്, ആണ്ടർതിയിലുള്ള ആഘോഷങ്ങളാണ് ബലി പെരുന്നാളും ചെറിയ പെരുന്നാളും. ഇത് രണ്ടിലും പ്രധാന ഇബാദത്ത് എന്താ? ചെറിയ പെരുന്നാക്ക് ധാന്യാഹാരം കൊടുക്കുക, ഫിത്ർ സക്കാത്തില്ലേ, അതാണ്. നിങ്ങളൊന്ന് കണക്കൂട്ടിയൊക്കെ. ഈ കേരളത്തിൽ മാത്രം ഏകദേശം 90 ലക്ഷം മുസ്ലിമീങ്ങൾ, 90 ലക്ഷം മുസ്ലിം. ആ 90 ലക്ഷം മുസ്ലിമീങ്ങളുടെ പേരിൽ ഒരാൾക്ക് 3,200 ലിറ്റർ വീതം, ഏകദേശം 2,800 ഗ്രാം വീതം അരി ഒരു കൊല്ലത്തിൽ വിതരണം ചെയ്യുമ്പോ അതിന്റെ കണക്കൊന്ന് കൂട്ടി വെക്കി. കച്ചവടക്കാരുണ്ടാവും ഈ കൂട്ടം. എത്ര ലോഡ് അരിയാണ് പാവപ്പെട്ടവരെ വീടുകളിലേക്ക് ഒഴുകുന്നത്? ഇങ്ങനത്തെ ഒരു സംവിധാനം നമ്മളെ ഗവൺമെന്റിനുണ്ട്. ഗവൺമെന്റ് ഓണം വരുമ്പോ 4ാം ക്ലാസ് വരെയുള്ള കുട്ടിയൊക്കെ 2 കിലോ അരി കൊടുക്കല്ല, എനിക്കൊല്ല കിട്ടണമെന്ന് അറിയാം. ആ അരി കിട്ടിയാൽ തന്നെ വലിയവർക്കൊന്നും വേണ്ട, കുട്ടിയൊക്കെ മതി, ചെറിയ കുട്ടിയൊക്കെ അതെങ്കിലും നല്ല. പക്ഷെ ഇസ്ലാം അങ്ങനെ തല എണ്ണിയിട്ട് നമ്മളെ വീട്ടിൽ 10 ആളുണ്ടോ, ആ 10 ആളെ പേരിലും കൊടുക്കണം. അങ്ങനെ അരി വിതരണം. ഇനി മറ്റൊരാഘോഷം ബലി പെരുന്നാളാണ്. അന്നത്തെ പ്രധാന ആചാരം എന്താണ്? സുന്നത്ത് ബലിയർപ്പിച്ച് അതിന്റെ മാംസം വിതരണം നടത്തലാണ്. മുഖ്യ ആഹാരങ്ങളാണ് രണ്ടും. ഒന്ന് മാംസമാണ്, മറ്റൊന്ന് ധാന്യമാണ്. അങ്ങനെ 2 ആഘോഷങ്ങളിലും നമ്മളോടതാ അന്ന വിതരണം ഇസ്ലാം കൽപ്പിക്കുന്നു. ഇതിനു വേണ്ടി എത്ര തുകയാണ് ഓരോ മഹല്ല് നിവാസികളും ചെലവഴിക്കുന്നത്? ഇനി നോക്കൂ നിങ്ങൾ, വ്യക്തിപരമായ ആഘോഷങ്ങൾ വേറെ ഉണ്ട് ഇസ്ലാമിൽ. അതിൽ സുപ്രധാനമായ ഒന്നാണ് ഒരു വീട്ടിലൊരു കല്യാണം വരിക എന്ന് പറഞ്ഞാൽ അവിടെ ഇസ്ലാമിന് ഒരു നിർദ്ദേശമുണ്ട്. മുത്തുനബി പറഞ്ഞു, ഔലിം വലോ ബിശാ. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു വിവാഹിതനായി എന്നറിഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശിച്ചു, അബ്ദുറഹ്മാൻ, ഒരാടിനെ അറുത്തെങ്കിലും നിങ്ങൾ ആളുകൾക്ക് കല്യാണ സദ്യ കൊടുക്കണേ. കല്യാണ സദ്യ, അവിടെയും ഭക്ഷണം കൊടുക്കാനാ പറഞ്ഞു. ആ ഭക്ഷണം കഴിക്കാൻ നമ്മൾ കൂടുതൽ ക്ഷണിക്കേണ്ടത് ആരെയാണ്? പാവപ്പെട്ടവരെയാണ്. നബി തങ്ങൾ തന്നെ പറഞ്ഞത് കാണാം, ശർറു ത്വാമി ത്വാമുൽ വലീമ. ഏറ്റവും മോശപ്പെട്ട ആഹാരം ഒരു കല്യാണത്തിന്റെ ചോറാണ്. ഏതാണ് ആ കല്യാണം? യുദാ ഇലൈഹൽ അഗ്നിയാഉ ദൂനൽ ഫുഖറാ. പാവപ്പെട്ടവരെ അവഗണിച്ച് സമ്പന്നരെ തെരഞ്ഞു പിടിച്ച് നടത്തുന്ന കല്യാണത്തിന്റെ ഭക്ഷണമാണ് ഒരു നാട് കണ്ട ഏറ്റവും നാറിയ ആഹാരം. അതിന്റെ അർത്ഥം എന്താ? ഈ കല്യാണത്തിന് ചോറെടുക്കാൻ പറഞ്ഞതിന്റെ ഉദ്ദേശം കുറെ നല്ല മനുഷ്യന്മാർക്ക് ഭക്ഷണം കൊടുത്തതിന്റെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ കുടുംബജീവിതം സന്തോഷകരമാകണം. അതിനാണ്. അപ്പൊ ഇസ്ലാമിന്റെ ഓരോ ചടങ്ങുകളും പാവപ്പെട്ടവർക്ക് ആഹാരം കിട്ടുന്ന പദ്ധതികളിലൂടെയാണ് കടന്നു പോകുന്നത്. അതേപോലെ തന്നെ ഒരാൾ മരണപ്പെട്ടു, ആ മരണപ്പെട്ടു പോയവരെ അനുസ്മരിച്ച് അവർക്ക് വേണ്ടി ദുആ ചെയ്യുക, അവർക്ക് വേണ്ടി സ്വതക്ക ചെയ്യുക, അവരെ പേരിൽ ദാനധർമ്മങ്ങൾ നടത്തുക, ഇതൊക്കെ ഇസ്ലാം പുണ്യമാക്കിയപ്പോൾ അതിലും ഏറ്റവും ശ്രേഷ്ഠമായത് എന്താണ്? ആഹാരം കൊടുക്കലാണ്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ അത് മാതൃക കാണിച്ചിട്ടുള്ളതാണ്. ഇമാം ബുഖാരി അവിടുത്തെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന ഹദീസ് കാണാം.
ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, മാ ഗിർതു അലാ അഹദിൻ മിൻ നിസാഇൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മാ ഗിർതു അലാ ഖദീജ. മുത്തുനബിയുടെ പത്നിമാരിൽ നിന്ന് ഖദീജ ബീവിയോടുള്ള അത്ര ഒരു മാനസിക പ്രയാസം എനിക്ക് വേറെ ഒരു ഭാര്യയോടും ഉണ്ടായിരുന്നില്ല. എന്നാൽ ഞാനാകട്ടെ ഈ ഖദീജ ബീവിനെ കണ്ടിട്ടുമില്ല കേട്ടോ. കാണാത്ത ഖദീജ ബീവിയോട് എനിക്കിങ്ങനെ അരിശം, ഭാര്യമാര് തമ്മിൽ ഉണ്ടാകുന്ന ഒരു വിഷമത്തെ പറ്റിയാണ് പറഞ്ഞിട്ടോ, അല്ലാത്ത വേറെ കാര്യമല്ല. പക്ഷെ എന്താണ് അങ്ങനെ തോന്നാൻ കാരണം? അത് മറ്റൊന്നുമല്ല, കാനൻ നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യുക്സിറു ദിക്റഹാ. നബി തങ്ങൾ മരണപ്പെട്ടു പോയ ഖദീജ ബീവിയെ കുറിച്ച് എപ്പോഴും മദ്ഹ് പറയും. സ്വാഭാവികമാണല്ലോ, അത് കേൾക്കുമ്പോൾ മറ്റു ഭാര്യമാർക്ക് അത്ര സുഖം ഉണ്ടാവില്ല. ആ സ്വക്കടാണ് ആയിഷ ബീവി പറഞ്ഞു. നാം മദ്ഹ് പറഞ്ഞ് നിർത്തണ്ടേ? നിർത്തൂല. പലപ്പോഴും ആടുകളെ വാങ്ങിക്കൊണ്ടുവന്ന് അറുത്ത് കഷ്ണങ്ങളാക്കി ഖദീജ ബീവിയുടെ സ്നേഹിതകളുടെ പരിചയക്കാരുടെ ഒക്കെ വീടുകളിലേക്ക് ആടിന്റെ മാംസം ഇടക്കിടക്ക് കൊടുത്തേക്കും. ഇത് മരിച്ചുപോയ ഒരാളെ നമ്മൾ എങ്ങനെയാണ് അനുസ്മരിക്കേണ്ടത്, അവരെ പേരിൽ എങ്ങനെയാണ് സ്വതക്ക ചെയ്യേണ്ടത് എന്ന് ചെയ്ത് കാണിച്ചു തരാണ് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മഹാന്മാരായ അൻസാരികളായ സ്വഹാബത്തിനെ സംബന്ധിച്ച് മഹാന്മാരായ പണ്ഡിതന്മാര് പറയുന്നുണ്ട്, കാനൂ യുഹിബ്ബൂന യുത്ഇമൂ. അവര് മരണപ്പെട്ടവരെ പേരിൽ 40 ദിവസം വരെ ഭക്ഷണം കൊടുക്കുന്ന പതിവുകാരായിരുന്നു. ചില റിവായത്തിൽ 15 ദിവസം വരെ എന്ന് കാണാം. മരിച്ചിട്ട് 15 ദിവസം വരെ ഭക്ഷണം കൊടുക്കുന്നവരുണ്ടായിരുന്നു, 7 ദിവസം വരെ കൊടുക്കുന്നവരുണ്ടായിരുന്നു, 3 ദിവസം കൊടുക്കുന്നവരുണ്ടായിരുന്നു. നമ്മളെ നാട്ടിൽ അത് എത്തിയപ്പം 40 ദിവസം തുടരെ കൊടുക്കാൻ നമുക്ക് കഴിയാത്തതുകൊണ്ട് ചില ആൾക്കാർ 3-ന്റെ അന്ന് ഒന്ന് കൊടുക്കും, പിന്നെ 7-ന്റെ അന്ന് ഒന്ന് കൊടുക്കും, ചിലർ 15-ന് കൊടുക്കും, ചിലർ 40-ന് കൊടുക്കും. നിങ്ങൾ 50-ന് കൊടുത്താലും 60-ന് കൊടുത്താലും ഒന്നും പ്രശ്നമില്ല കേട്ടോ, എന്നും കൊടുക്കാം. അന്ന് കൊടുത്തുകൂടാന്ന് പറയാൻ പറ്റുമോ? അത് പറയാൻ പറ്റൂല. അതൊരാളെ സൗകര്യമാണ്. ഒരു ദിവസം വെക്കുക, ദിവസം വെച്ചാലേ നടക്കുള്ളൂ, അല്ലെങ്കിൽ നടക്കൂല. എന്നെങ്കിലും എന്ന് പറഞ്ഞാൽ നടക്കലുണ്ടാവില്ല. എല്ലാത്തിനും ഒരു തീയതി കാണണമല്ലോ, അപ്പോഴത് പ്രയോഗവൽക്കരിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ആ മുൻഗാമികൾ അങ്ങനെ ഒരു തീയതി വെച്ചാണ്. അപ്പൊ ഈ സ്വതക്ക ഇത് നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഒരു മഹല്ല്, ഒരു 300 വീടുള്ള ഒരു മഹല്ലാണെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് ഒരു മാസത്തിൽ ഒരു 10 വല്യാപ്പാരും 10 വല്യമാരും ആണ്ട് ആ മഹല്ലിൽ. അവിടെ പഠിക്കണ മുത്തഅല്ലിമീങ്ങളാവട്ടെ, അവിടുത്തെ പാവപ്പെട്ടവരാവട്ടെ, അവർക്കൊക്കെ ഭക്ഷണം കിട്ടാനുള്ള സംവിധാനമാണത്. ഇസ്ലാമിന്റെ ഉള്ളിൽ ആഹാര വിതരണത്തിന് വേണ്ടി ചെയ്ത പദ്ധതികളുടെ ബാഹുല്യം ഇവിടെ ഒന്നും തീരുന്നില്ല. ഒരു വിരുന്നുകാരനെ വീട്ടിലേക്ക് ക്ഷണിച്ചു ഭക്ഷണം കൊടുക്കുക എന്ന് പറഞ്ഞാൽ എത്ര ശ്രേഷ്ഠതയുള്ളതാണ്. മുത്തുനബി പറയുന്നുണ്ട്, ഇദാ ദഖലല്ലൈഫു ബൈതൻ ദഖല മഅഹു അൽഫു റഹ്മാ. ഒരു വിരുന്നുകാരൻ നിങ്ങളെ വീട്ടിലേക്ക് കയറി വന്നാൽ 1000 റഹ്മത്താണ് നിങ്ങളെ വീട്ടിലേക്ക് വരുന്നത്. ഒരു മുത്തഅല്ലിമിനെ നമ്മളെ വീട്ടിലേക്ക് ഭക്ഷണത്തിന് ഏറ്റെടുക്കുക എന്ന് പറഞ്ഞതിന്റെ മാതൃക എവിടുന്ന നമുക്ക് കിട്ടിയറിയോ? നേരത്തെ നമ്മൾ പറഞ്ഞ ആദ്യത്തെ മഹല്ല് മദീനയിൽ നിന്നാണ്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തേടി മക്കയിൽ നിന്നും വിവിധ രാജ്യങ്ങളിൽ നിന്നും അഭയാർത്ഥികളായി മദീനയിലേക്ക് ആളുകൾ ഒഴുകി വരിക. ഇന്നത്തെ പോലെ ഹോട്ടലില്ല, ഭക്ഷണത്തിന് സംവിധാനമില്ല. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിൽ ഇരുന്നിട്ട് അൻസാരികളായ സ്വഹാബത്തിനോട് ചോദിക്കും, നിങ്ങൾ ഏറ്റെടുക്കണം ഇവരെ. സ്വഹാബത്ത് 1, 2, 3, 4, 5 പേരെ വരെ ഓരോരുത്തർ ഏറ്റെടുക്കുക. ഞാൻ കൊണ്ടുപോവാ. 400 മുത്തഅല്ലിമീങ്ങൾ സുഫത്തിന്റെ അഹ്ലുകാർ ഒരു ഘട്ടത്തിൽ മദീനത്തെ പള്ളിയിൽ ഉണ്ടായിരുന്നു എന്ന് ചരിത്രത്തിൽ കാണാം. ഇവർക്കൊക്കെ ഭക്ഷണം കൊടുത്തതാരാ? മദീനയിലെ അൻസാരികളാണ്. ആ ഒരു മാതൃകയാണ് ഏറെക്കാലമായി ഈ കുന്നുംപുറത്ത് ഈ പള്ളിയിലും ദർസ് നടന്നു വരികയാണ്. അള്ളാഹു ഖിയാമത്ത് നാൾ വരെ നിലനിർത്തി തരുമാറാകട്ടെ. ഈ നാടിന് അള്ളാഹു തരുന്ന റഹ്മത്തിന്റെയും ബറക്കത്തിന്റെയും കാരണം നിങ്ങൾ വേറെ പോകേണ്ടതില്ല. ഈ അനുഗ്രഹീതമായ ദർസ് ഇവിടെ നിലനിൽക്കലാണ്. ഒരു 10 വർഷങ്ങൾക്ക് മുമ്പ് ഞാനിവിടെ ഒരിക്കലും ഒരു പരിപാടിക്ക് വന്നു നോക്കുന്നത്. അന്നൊരു പഴയ പള്ളി അവിടെ. അന്നുണ്ട് ദർസ്. ആ ദർസ് അതിന്റെ കുറെ മുമ്പുണ്ട്, വർഷങ്ങൾക്ക് മുമ്പ്.
അപ്പൊ ഒരു മുതഅല്ലിം നമ്മളെ വീട്ടിലേക്ക് വരുന്നു എന്ന് പറഞ്ഞാൽ അതിനെ സ്വീകരിക്കാനുള്ള മനസ്സ്, അത് നമ്മളെ വീട്ടിനും നമ്മളെ നാടിനൊക്കെ ബർക്കത്താണ്. അത് നബി തങ്ങൾ കാണിച്ചു തന്നിട്ടുള്ള മാതൃകയാണ്. അപ്പൊ ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ വന്ന് പറയാണ്, സമാധാനം നിലനിർത്തണം, എല്ലാവർക്കും ഭക്ഷണം കൊടുക്കണം. മൂന്നാമത് അവിടുന്ന് പറഞ്ഞു, വസിലുൽ അർഹാം, നിങ്ങൾ കുടുംബ ബന്ധം ചേർത്തു പിടിക്കണം. ഏത് ഘട്ടത്തിലായത് പറയുന്നത് നിങ്ങൾ ഓർക്കണം. ഔസ് ഖസ്റജ് എന്ന് പറയുന്ന രണ്ട് കുടുംബങ്ങളാണ് മദീനയിലെ പ്രധാനപ്പെട്ട രണ്ട് കുടുംബങ്ങൾ. ഈ ഔസും ഖസ്റജും ആരറിയോ നിങ്ങൾക്ക്? യമനിൽ മആരിബ് എന്ന് പറയുന്ന ഒരു അണക്കെട്ട് തകർന്നുപോയി. പ്രാചീന കാലത്തെ ചരിത്രത്തിലുള്ള അണക്കെട്ടാണ്. അവിടെ വലിയ വാസസ്ഥലമുണ്ടായിരുന്നു, നാഗരികത ഉണ്ടായിരുന്നു. അതെല്ലാം ഈ വെള്ളത്തിൽ മുങ്ങിത്താണു പോയപ്പോ ആ നാട്ടുകാര് പുതിയ മേച്ചിൻ പുറങ്ങൾ തേടിപ്പോയി. അങ്ങനെ ജ്യേഷ്ഠനും അനുജനുമാണ് ഔസും ഖസ്റജും, ഇക്കാക്കയും അനുജനുമാണ്. ഇവര് രണ്ടുപേരും യസ്രിബിലെത്തി, അഥവാ മദീനയിലെത്തി. നബിതങ്ങൾ മദീനയിലെത്തുന്നതിന് മുമ്പ് മദീനയുടെ പേര് യസ്രിബ് എന്നാണ്. നബിതങ്ങൾ വന്നതിന് ശേഷമാണ് മദീനത്തു നബവി എന്ന പേര് വന്നത്. ആ യസ്രിബിൽ ഇവർ രണ്ടുപേരും വന്നു. അങ്ങനെ അവര് അവിടെ അതാ പെറ്റു പെരുകാൻ തുടങ്ങി. പിന്നീട് ഈ രണ്ട് കുടുംബത്തിന്റെ പേര് വല്യാപ്പാരെ പേരിൽ അറിയപ്പെട്ടു. ഒന്ന് ഔസ് ഗോത്രം, മറ്റൊന്ന് ഖസ്റജ് ഗോത്രം. നിസ്സാരമായ വിഷയത്തിന്റെ പേരിൽ ഈ എളാപ്പയുടെയും മൂത്താപ്പയുടെയും മക്കൾ യുദ്ധത്തിൽ ഏർപ്പെട്ടു. 40 കൊല്ലത്തോളം നീണ്ട യുദ്ധമൊക്കെ ഉണ്ടായിരുന്നു എന്ന് ചരിത്രം പറയുന്നുണ്ട്. ആ ഘട്ടത്തിലാണ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടേക്ക് കയറി വരുന്നത്. അവരോട് പറഞ്ഞു, ഇനി നിങ്ങൾ ഈ വിഭാഗീയതയുടെ ഓർമ്മ വരുന്ന ആ പേര് തന്നെ തൽക്കാലം മാറ്റിവെച്ച് ഔസ് ഖസ്റജ് എന്നത് നിങ്ങൾ വല്ലാതെ പുറത്തു പറയാതെ പുതിയൊരു ബാനർ അടിച്ചു തരാം, അൽ അൻസാർ. അങ്ങനെ ഈ രണ്ട് കുടുംബങ്ങളെയും അൽ അൻസാർ എന്നൊരു ബാനറിന്റെ കീഴിൽ അവരണി നിരത്തി. നിങ്ങൾ തമ്മ് തല്ലരുത്, നിങ്ങൾ കുടുംബം യോജിച്ചു പോകണം. മദീനയിൽ വന്ന് ആദ്യം നബിതങ്ങൾ പറയുന്നത്, ഒരു നാട് പുരോഗമിക്കണമെങ്കിൽ, ഒരു മഹല്ല് നല്ല നിലക്ക് പോണെങ്കിൽ എന്ത് ചെയ്യണം? നിങ്ങള് എല്ലാ കുടുംബാംഗങ്ങളും നല്ല ഐക്യത്തിലാവണം. പലയിടത്തും മഹല്ലിന്റെ മുരടിപ്പിനും അവിടുത്തെ ദഅവാ പ്രവർത്തനങ്ങളൊക്കെ നിലച്ചു പോകാനും കാരണം എന്തായിരിക്കും? പ്രധാനപ്പെട്ട കുടുംബങ്ങൾ തമ്മിൽ ചില വൈരങ്ങളുണ്ട്. അതിന് കുറെ പഴക്കമുണ്ടാവും. അത് മറക്കാനും പൊറുക്കാനും ആരും സന്നദ്ധരാവില്ല. അതിങ്ങനെ ഉള്ളിൽ കൊണ്ടു നടക്കും. കമ്മിറ്റിയിലും ചിലപ്പോ രണ്ടു കൂട്ടരും ഉണ്ടാവും. ഒരാൾ എന്തേലും പറഞ്ഞാൽ അത് നേരോ പൊള്ളാന്നല്ല, നമ്മൾ എതിർ കുടുംബത്തിൽപ്പെട്ടവനാണ്, അതുകൊണ്ട് ഞാൻ അതിനെ എതിർക്കും. ഇങ്ങനെ പാരയും കുയിപ്പാരയും പിക്കാസുമായിട്ട് മഹല്ല് തകർക്കണ സ്വഭാവം ഉണ്ടാകുന്നതുകൊണ്ടാണ് നിങ്ങള് കുടുംബ വഴക്കം. ഒരു മഹല്ല് ഭദ്രമായി പോകണമെങ്കിൽ എല്ലാ കുടുംബങ്ങളും ഐക്യത്തിൽ നിന്ന് പോകണം.